സെക്കൻഡ് ഒരു അലിമ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് കുഴപ്പമില്ല. എങ്ങനെയാ വെച്ചാ അല്ലു അർജുന്റെ ചെവി കടിച്ചെടുക്കാൻ ഇതുണ്ട്, അതാണ് സിനിമ ബോറായത്. ഇഷ്ടപ്പെട്ടത് ഇടയ്ക്ക് കുറച്ച് ലാഗുണ്ട്, ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒരു പ്രശ്നമില്ല ഇവിടെ. നെഗറ്റീവ് എന്ന് വെച്ചാൽ അതെനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. പടം കൊള്ളാം, ഒരു നൈസ് പേസിൽ പോകും. ഓരോരുത്തരെ അനുസരിച്ചിരിക്കും പടം. കുഴപ്പമില്ല, പിന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നു പറയാൻ ഫഹദ് ഫാസില് കൊള്ളാം. ആവറേജ് അഭിനയം കൊള്ളാം. ഫഹദ് ഫാസിൽ അത്യാവശ്യം നല്ല ആവറേജ്. കുഴപ്പമില്ല, ഒന്നും പറയാനില്ല. കൊള്ളൂല. കുഴപ്പമില്ല. അപരാധം ഇഷ്ടപ്പെട്ടായിരുന്നു. പോരാ, പ്രതീക്ഷിച്ചതിന്റെ അത്ര ഒന്നും എത്തിയില്ല. ഒന്നുമില്ല. ക്ലൈമാക്സ് തന്നെ എന്തോ ഇപ്പൊ എൻഡ് ആയത് കൂടെ അറിഞ്ഞില്ല. ഈ കഥയില്ല നല്ല വണ്ണ് പ്രതീക്ഷിച്ച് വന്ന അത്ര പോരാ. പിന്നെ പുഷ്പ കിടില സിനിമയാണ്. ഒരു സീനുണ്ട്, അത് കൊള്ളൂല, ഒട്ടും കൊള്ളൂല. പുഷ്പ സിനിമയില്ല. കുഴപ്പമില്ല, ആവറേജ്. ദേശായി കുടുംബത്തിന്റെ കഥ. കുഴപ്പമില്ല, ആവറേജ്. അല്ലു അർജുന്റെ മാസുണ്ട്, വേറെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചേട്ടാ നല്ല സൂപ്പർ പടം, നല്ല മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളൂല, കൊള്ളത്തില്ല. കൊള്ളാം. ചിരിച്ചിരിച്ചിരിക്കാം ബ്രോ, നന്നായിട്ടുണ്ട്, കൊള്ളാം. ഊളപ്പടം എന്തൊക്കെയോ ഒരു പടം. വൺ ടൈം വാച്ച്. ആവറേജ്. കൊള്ളൂല. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാനായിട്ട് കുറെ നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയം, രശ്മിയുടെ അഭിനയം കുറച്ച് ബോറാണെങ്കിലും ബാക്കി കുഴപ്പമില്ല. കൊള്ളാം, കുഴപ്പമില്ല. ഇടിലം പടം, അപരാധം, വെറും അപരാധ പടം. ഒരു രക്ഷയില്ല. അല്ലു അർജുൻ ആറായിട്ട് കിട്ടില്ലോ, എന്റെ പൊന്നോ, കരഞ്ഞു പോയി ലാസ്റ്റ് സീനൊക്കെ കണ്ടോ. പാസ് എന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് പാസ് ലെവലാണ്, അടുത്ത നാഷണൽ അവാർഡ്.